ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലിയാനാസ് മെഡോസ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ അനിയനെ പരിചയപ്പെടുത്താൻ കാണിച്ചു തരാൻ പോകുന്നതാണ്. ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഒരാൾ. വർത്താനം പറയാണ് അവനെ തന്നത്. എനിക്ക് എത്രയാണ് 101 എനിക്കറിയില്ല, ശരിക്കും അതറിയില്ല. ഹലോ. അപ്പോൾ ഞാൻ ഇവന് ഹലോ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹലോ പറഞ്ഞ ഇവന് ഈ ശനിയാഴ്ച പോകട്ടോ നിസാമോ. അപ്പോൾ ഞാൻ എൻ്റെ അനിയനെ കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ലേ? നേരെ കണ്ടില്ല. ഇപ്പം കാണിച്ചു തരാം. ഇവിടെ അല്ല, ഇവിടെ അല്ല. കണ്ടില്ലേ? അതുതന്നെയാണ് എൻ്റെ അനിയന്. അവൻ ഇനി മുതൽ അവനെ കുറിച്ചിട്ടാണ് കൂടുതൽ വീഡിയോ ഉണ്ടാവുക. അപ്പം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് സാധനം. കണ്ടില്ലേ? എന്തൊക്കെ വിഷമം നിങ്ങളോടും കൂടി പറഞ്ഞ് അറിയിക്കുകയാണ്. അവനിതാ ഇവിടെ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്ന അവനാണ്. പിന്നെ ഞങ്ങളിവിടെ ഇന്ന് ബുധനാഴ്ച ഇല്ലേ, അപ്പോൾ ഞാൻ ലീവ് എടുത്തിട്ടായിരുന്നു. ഇത് പിടിച്ചാ എന്താണെന്ന് വെച്ചിട്ട് മൂക്കൊലിക്കായിരുന്നു, ജലദോഷമായിരുന്നു. അപ്പോൾ ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവനെക്കുറിച്ച് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മാറിയിട്ടോ. പിന്നെ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡോൾസിനെ പരിചയപ്പെടുത്താമെന്ന്. ഡോൾസ് ഞാൻ എപ്പോഴും അവരെ കൊണ്ടാണ് കളിക്കല്. ഇവല്ലാത്തപ്പോഴൊക്കെ കണ്ടില്ലേ? എടുത്തൊന്ന് ഒന്നുമില്ല. കുട്ടീനെ എടുത്തിട്ട് ഇറങ്ങുക, കുട്ടീനെ എടുത്തിട്ട് കയറുക. അതിന്റെ ഇടയിൽ ഞാൻ ജഗ് കൊണ്ടുപോണ്ട്, വെള്ളം കൊണ്ടുപോണ്ട്, എന്തൊക്കെ തിരുമ്പിയത് കൊണ്ടുപോണ്ട്. എന്നിട്ട് 5 കൊണ്ടുപോയിട്ട പാത്രങ്ങൾ ഞാൻ കൊണ്ടുവരണം. എൻ്റെ അമ്മേൻ്റെ ചീത്ത പറഞ്ഞ കേട്ടോ. ഒന്നുമില്ല, നല്ല പാത്രം കൊണ്ട് വെച്ചിട്ട് കൊടുന്നേരം പറഞ്ഞിട്ടാണ്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാക്കണ്ട, എനിക്കെപ്പോഴും കേൾക്കുന്നത്. പിന്നെ അവനിക്കും കേൾക്കാനുള്ളതേ ഉള്ളൂ. അവനും കേൾക്കാനുള്ളതേ ഉള്ളൂ. ഇനിയും കേൾക്കും എനിക്ക്. ഇനി വലുതായ എനിക്ക് ഫുള്ള് അതാവും കേൾക്കാം. അപ്പോൾ ഇവനെ ഇവനെ വിളിക്കുന്നത് എന്താ പറയുക, അവൻ്റെ പേര് ഡിന്നു. ഹലോ, നിക്കതടക്ക്. ഇവൻ്റെ പേരാണ് ജീനു. ഇവന് പുതിയതാണ് കേട്ടോ. ഇതാണ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതാണ് അപ്പുറത്തെ വീട്ടിലത്തെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ. ഇവള് ടീനു. പിന്നെ ഇതാണ് എൻ്റെ പണ്ട് മുതൽ എൻ്റെ കയ്യിലുള്ളത്. ഇതാണ് കേട്ടോ മിന്നു. പണ്ടിട്ടൊന്നല്ല ഇതിൻ്റെ പേര് മിന്നുന്ന്. അത് ഇപ്പം ഇട്ടാൻ തുടങ്ങിയതാണ്. പിന്നെ ഇത് ചിന്നു, എൻ്റെ ഫേവറേറ്റ്. ഇവർ രണ്ടെണ്ണം എൻ്റെ ഫേവറേറ്റ്. പക്ഷെ പേരിൽ ഇവർ രണ്ടാളാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ കുറേ വീട്ടിൽ പലതര വൃത്തിയായിട്ട് കമൻസിനൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അവന് എപ്പോഴും കളിക്കണായിട്ട് ഈ സാധനം അതായിട്ട് ചുണ്ടിച്ച് കളിക്കല് തട്ട് ഇതായിട്ടാണ് ഇടയ്ക്കൊക്കെ കളിക്കപ്പൊക്കെ കിട്ടിയതാണ്. കണ്ടോ, അവൻ എന്നെ നെറ്റി നോക്കാണ്. അവനക്ക് അതിൻ്റെ പണി കണ്ടിട്ട്. പിന്നെ സ്റ്റഡി ടേബിൾ എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇനി അടുത്ത വീട്ടിൽ ഞാൻ എന്തായാലും എക്സ്പ്ലോർ ചെയ്യണതാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കല്ലേ? അല്ല, ചോദിച്ചാണ് ഇവിടെ ഇരിക്കാണോന്ന്.
എനിക്ക് തന്നെ പണി. എൻ്റെ ഡോൾസ് എടുത്ത് കളിക്കലാണ് കേട്ടോ. കാണിച്ചു തരാം. ഈ ഡോൾസ് ഇങ്ങനെ കൊണ്ട് തല്ല് കൊണ്ടിരിക്കാം. പിന്നെ എൻ്റെ ഉപ്പൊക്കെ പണ്ട് മുതൽ തന്നാണ്. പറഞ്ഞതാണ് കേട്ടില്ല എന്നെ പറ്റുമ്പോൾ. പണ്ട് മുതൽ ഇതിലാണ് കളിക്കല്. എന്താ പറയാ, സാനിയോ അതൊന്ന് പോന്നിച്ചാ. ഇവിടെ വെച്ച് ഇവിടെ വരുന്നു. ഇവിടെ ഇരുന്നു കേട്ടോ. ഇതിവിടെ ഇരിക്കുന്നില്ല. ഇവിടെ വാ. ഇവിടെ എന്താ ബന്ധത്ത് അതോനെ അവിടെ തല്ലൂടിനാട്ടെ. ഇത് എൻ്റെ പണ്ടേ മുതലേ വേറെന്താണ് ഇതൊക്കെയാണ് കളിക്കല്. ഇടയ്ക്കൊക്കെ കളിക്കണത് ഈ ബുക്കായിട്ടാണ്. കളിക്കുന്ന സാധനങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളൂ. ഇന്നും കുറേ സാധനങ്ങൾ പരിചയപ്പെടുത്താനുണ്ട്, പക്ഷെ ഒന്നും പരിചയപ്പെടുത്തിയിട്ടില്ല. ചിലർക്ക് അതുകൊണ്ട് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും. ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നൊന്നുമില്ല. ബുക്ക് കേടുന്നതാണ്. സാനിയ ഒന്നുമില്ല. പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ്സിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതെന്തായാലും സ്റ്റഡി ടേബിൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്തായാലും കാണിച്ചു തരേണ്ടി വരും. അപ്പോൾ അതിൽ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ എൻ്റെ പുറത്തുള്ളൊരു സാധനമാണ് കാണിച്ചു തരാം. വാതിൽ തുറക്കട്ടെ. പുല്ല് വളർത്തിയതൊന്നല്ല. ഇതാണ് നിന്ന് കളിച്ചത്. എന്താ എനിക്ക് വയ്ക്കൂലേ, എനിക്ക് പിന്നെ എടുക്കാൻ വയ്ക്കൂലേ. അടുത്ത് നടക്കാൻ വയ്ക്കുള്ളൂ. വായോ. അപ്പം എനിക്കിതിൽ കടന്നു. എന്താ ഇന്നലെ മിഞ്ഞാന്ന് വരുന്നത് പാപ്പിലിയോ അതൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാപ്പിലിയോ അല്ല, എൻ്റെ കുളത്തൂർ ഇവിടേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാപ്പിലിയോക്കാണ്. ചിലവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഇതുവരെ ഒരു കമൻറ്റ് പോലും കിട്ടിയിട്ടില്ല. എന്താ ഈ കാണുന്ന എൻ്റെ കുടുംബക്കാർ വരെ എന്നോട് ലൈക്ക് ഇതൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ വിചാരം. അത്ര ഉള്ളൂ. ഒരു മിനിറ്റ് കിട്ടും. എനിക്ക് പൊന്തിക്കാൻ വയ്ക്കൂലോന്നേ. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഇതിങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ എൻ്റെ അമ്മ നിൽക്കണേ. ഉമ്മാക്ക് ഞാൻ വീഡിയോ എടുക്കണം അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. ഈ സാനിയോ, ഇത് ഞങ്ങളെ വീട്ടിലുള്ള ഇന്നോവ അല്ല കേട്ടോ. ഇത് ഇന്നോവയാണ്. ഇതെൻ്റെ ചാച്ചീന്ന് വെച്ചാൽ എന്താ എളാപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ കാറാണ്. ഇവിടെ കൊടുത്ത് നിർത്തിക്കണേ. എവിടെയെന്ന് അറിയില്ല. ചാച്ചി കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ അവിടെ ആപ്പി ഇരിക്കുന്നുണ്ട്. ഞാനതിനെ കളിയാക്കി ഇവർ കുറേ വിളിക്കും. അതിന് മാച്ചുള്ള പേരൊന്ന് കാണിച്ചു തരാം. അവിടെ കണ്ടിട്ടില്ലല്ലോ. അതിന് ഞാൻ വൈകുന്നേരത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ഉച്ചക്കായതുകൊണ്ട് എനിക്ക് എന്തായാലും പറ്റില്ല. ഇപ്പോൾ സമയമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ചു. നാളെ പിന്നെ ഓണപരിപാടിയാണ് സ്കൂളിൽ. അതിന് പോകണം. എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ. എനിക്ക് ഇങ്ങനെ മേക്കപ്പ് ഇതൊന്നും ഇഷ്ടമല്ല. ഇടയ്ക്കൊക്കെ കല്യാണത്തിന് എൻ്റെ അമ്മ നിർബന്ധിച്ചിട്ടുണ്ടാണ്. ഹെയർ ബാൻഡ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറേ ദിവസമായിട്ട് ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ എത്ര ടോട്ടൽ വണ്ടിയുണ്ട്. ഇന്നോവനെ കുറിച്ചിട്ട് ചിലവരൊക്കെ കണ്ടു കാണും. ആ വീഡിയോ ഞാൻ പെട്ടെന്ന് ഡിലീറ്റാക്കി. അത് ചിലവർ കണ്ടിട്ടുണ്ടാവും. അതെന്ന് വെച്ചാൽ എന്താ ഞങ്ങളുടെ വീട്ടിൽ വാഗനറും ഓട്ടോമാറ്റിക് അല്ല കേട്ടോ. പിന്നെ ഹീറോ ഹോണ്ടയുടെ ഒരു ബൈക്കും പണ്ടേ മുതലുള്ളതാണ്. പിന്നെ ഹോണ്ടയുടെ ഒരു സൂപ്പർ ഡൂപ്പർ ബൈക്കും. പിന്നെ ഏതാണ് DXൻ്റെ ഒരു സ്കൂട്ടറും ബ്ലാക്കാണ് കേട്ടോ. ആ 2 ബൈക്കും ഒരു സ്കൂട്ടിയും ബ്ലാക്കാണ്. കാറ് മാത്രം വൈറ്റാണ് കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു
എന്താ കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തരാം. ഞാൻ എക്സ്പ്ലോർ ചെയ്ത് തരാം. പിന്നെ എൻ്റെ ഇപ്പോൾ വീട്ടിലുള്ള ഓലടിയും കൂടി ഉണ്ട് കേട്ടോ. ഓല 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 ആ പാട്ടുണ്ടാക്കാം. ശരിക്കത്തെ ഓല ഇലക്ട്രിക്കിൻ്റെ. അപ്പോൾ ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇതിവിടെ ഒന്ന് വെച്ച് കൊണ്ടുവരും. ഞാൻ സാനുവിനെ വിളിക്കാൻ പോയതാട്ടോ. അവിടെ എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ പണി എന്തായാലും കിട്ടും. എൻ്റെ വലിയമ്മൻ്റെ അനിയനെ നോക്കണ്ട. എൻ്റെ സാനു വീഡിയോയിലൊക്കെ വരാൻ കുറച്ച് മടിയാട്ടോ. അവൻ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. പിന്നെ എന്തായാലും ഞാൻ ആ സ്റ്റഡി ടേബിളിൻ്റെ വീഡിയോ എടുക്കുന്നതാണ്. സ്റ്റഡി ടേബിൾ പലരെയും കണ്ടിട്ടുണ്ടാവും വീട്ടിൽ വന്നിട്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടിലേക്ക് ഒരു യൂട്യൂബർ വന്നായിരുന്നു. അവർ ഞാൻ അധികം കാണുന്നതല്ല, പക്ഷെ ഞാൻ അവർക്കൊരു മിനി എൻ്റെ അമ്മ ഒരു ബേക്ക് കുക്കറൊന്നല്ല, ബേക്ക് ഷെഫ് ഒന്നല്ല. പക്ഷേ ഒരു ദിവസം ഞാനൊരു ദിവസം ഒരു ഗിഫ്റ്റ് കേക്ക് ഒന്നുമല്ല, ഞാനൊരു ദിവസം ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ അധികം കാണില്ല കേട്ടോ. പക്ഷെ അവർക്ക് എനിക്കൊരു ഗിഫ്റ്റ് തന്നപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കൊടുത്ത്. അവർ പറഞ്ഞു താങ്ക് യു, നിങ്ങൾ അതിനെന്തായാലും സപ്പോർട്ട് ചെയ്യാൻ നിൻ്റെ യൂട്യൂബ് ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതാണ്. പക്ഷേ എനിക്കാകെ 19 സബ്സ്ക്രൈബേഴ്സേ കിട്ടിയുള്ളൂ. എന്നെ ചതിച്ചതാണോ അല്ല ചതിച്ചതൊന്നുമല്ല, എന്നാലും എനിക്ക് വിഷമമുണ്ട്. അവർ പറഞ്ഞില്ല തോന്നുന്നു. എന്നാൽ അവർ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഇനിയിപ്പോൾ എന്താണെന്ന് നോക്കിയെന്നെ അറിയില്ല. സംസാരിക്കുമ്പോൾ എൻ്റെ ചുണ്ടിങ്ങനെ കണ്ടോട്ടോ, ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങോട്ട് തുറക്കാം. കണ്ടില്ലേ, ഇഷ്ടമില്ല നീ കൂടുതൽ സംസാരിക്കുന്നത്, അത്ര ഇഷ്ടമില്ല. നിങ്ങളോടായതുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. ഇവിടെ മുണ്ടാതിരിക്കടാ, പാട്ട് പാടാൻ അറിയാതെ. പിന്നെ ഹബീബി ഡ്രിപ്പില്ലേ, ആ പാട്ടിൻ്റെ ഡാൻസ് ഞാൻ പഠിക്കുകയാണ് ഇപ്രാവശ്യം. പിന്നെ തോബയുടെ എനിക്ക് സ്റ്റെപ്പ് അറിയുന്നില്ല, ആരെങ്കിലും ഒക്കെ ഒന്ന് പഠിപ്പിച്ചു തരണം. ഒക്കെ നന്നായി അടിപൊളിയൊക്കെ കളിക്കും. പിന്നെ എനിക്ക് പിള്ളക്കത്തെ അതിൻ്റെ ഇതിന് കുറേ വ്യൂസ് ഉണ്ട്, പക്ഷെ ലൈക്ക് അത്രക്കൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് വീഡിയോ വാനുക്കാവ അല്ലയ നുക്കാവ അതിന് എനിക്ക് 32 അത്രയാണ് ലൈക്ക്. അതിന് 1.2K വ്യൂസാണുള്ളത്. വ്യൂസായിട്ട് എനിക്കധികം കിട്ടുന്നുള്ളൂ. വ്യൂസൊക്കെ മതി തന്നെ, എനിക്കതൊക്കെ വലുത്. വ്യൂസെങ്കിലും കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം കട്ടപ്പന. എല്ലാ വീഡിയോ നിങ്ങൾ നല്ലപോലെ കണ്ട് വ്യൂസൊക്കെ തരാൻ നോക്കുക. പിന്നെ നല്ലപോലെ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ എനിക്കൊരു ചാനലുണ്ട്. എന്താണ് മുഹമ്മദ് ഇഹ്സാൻ അല്ലേ? മുഹമ്മദ് ഇഹ്സാൻ. ആ ലെറ്റേഴ്സ് മൊത്തം ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചു കൊടുത്താൽ അവൻ്റെ യൂട്യൂബ് ചാനൽ കിട്ടും. ഞാൻ ലിങ്ക് പ്രൊഫൈലിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഒന്നും പറ്റിയില്ല. എനിക്ക് അവൻ്റെ യൂട്യൂബ് ചാനൽ പിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെന്തായാലും അവനിക്കും എനിക്കും വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.